മണിയായിട്ട് سلام കൊടുക്കാതെ പറയും. പൂച്ചക്ക് പല്ലുണ്ട്. പൂച്ചക്ക് പല്ലുണ്ടോ?
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നൂറുൽ ഖുർആൻ അക്കാദമിയുടെ പാരന്റിംഗ് സെഷനിലെ രണ്ടാമത്തെ ദിനമാണ്. ഡെവലപ്പ് ദ ഇമോഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയത്, എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് സ്വാധീനിച്ചിരുന്നത് എന്നീ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇസ്ലാമിലെ മാതാപിതാക്കളും കുട്ടികളെ വളർത്തലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ സുപ്രധാന വശമാണല്ലേ. ഇസ്ലാമിക കർമ്മശാസ്ത്ര തത്വങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണത്. ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു കുട്ടിയുടെ വികസനത്തിന്റെ ധാർമ്മികവും ആത്മീയവും സാമൂഹികവും ശാരീരികവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്നു. അവർ സന്തുലിതവും നീതിനിഷ്ഠവുമായ വ്യക്തികളായി വളരുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സഹോദരിമാരെ, ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തൻസിഹ മാമിനെ വിഷയാവതരണത്തിനായിട്ട് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ അല്ലേ? എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? അൽഹംദുലില്ലാ. ഓക്കെ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, നമ്മള് സെഷൻ 1 നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഞാൻ വേഗം തുടങ്ങാം, നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ സെഷൻ 1 നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മൂവീസിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അതായത് ഇനി അങ്ങോട്ടുള്ള സെഷനിൽ ഞാൻ ക്യാരക്ടേഴ്സ്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ആരൊക്കെയാണ് അവർ എന്നുള്ളത്. അതായത് ഞാൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലുള്ള വലിയ സഹാബി ആ ഒരു രീതിയിലല്ലാതെ എന്തായിരിക്കണം, അനസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. ഓക്കെ, അവിടെ ഉണ്ടായ ഒരു കുട്ടി, 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഷനിൽ എത്തുന്നതോടുകൂടി, നമ്മുടെ ഈ ഒരു സെഷന് തീരുന്നതോടുകൂടി, ഈ ഒരു 8 സെഷന് തീരുന്നതോടുകൂടി ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനസ് എങ്ങനെ വലിയൊരു സഹാബിയായി. അബ്ദുല്ല ഇബ്നു ഉമർ 20 വയസ്സായി കല്യാണം കഴിച്ചു. അത് നമ്മൾ അവിടത്തേക്ക് നമ്മൾ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വലിയൊരു സഹാബി ആവണമെങ്കിൽ, വലിയൊരു സ്കോളർ ആവണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലണ സ്ലോലി ഓരോ ബ്ലോക്കും, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലേ, കുട്ടികൾ കളിക്കുന്ന ആ ബിൽഡിംഗ് ബ്ലോക്ക് കണ്ടിട്ടില്ലേ, ആ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഓരോ ബ്ലോക്കും മെല്ലണ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷനില് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് ബിൽഡ് ചെയ്ത ബ്ലോക്ക് ഏതാണെന്നാണ്. ഏറ്റവും ഫസ്റ്റ് അഖീദയാണോ? അല്ല. ഫസ്റ്റ് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ ബിൽഡ് ചെയ്തത്? അതായത് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, ഒരു വീട് പണിയണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആ തറ ഉറപ്പിക്കണം എന്ന് നമ്മൾ പറയൂലേ. ആ ഒരു ബേസ് ഫസ്റ്റ് എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പറഞ്ഞാൽ ഒറ്റ വേർഡാണ്. എന്താണ്? കോൺഫിഡന്റ് ആണ്. അതായത് കോൺഫിഡന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്, ലവ് റിലേഷൻ എന്ന് പറയും. ആ ഒരു സ്നേഹമാണ്. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ആ ഒരു സ്നേഹമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ ഇങ്ങനെ പണിതുകൊണ്ടിരുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് വേണമായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവും ആ കുട്ടിയും തമ്മിൽ ഒരു ലവിങ് റിലേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ലവിങ് റിലേഷൻ, ആ കുട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണമായിരുന്നു. അതിനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷന്റെ ആവശ്യമില്ല, ഓർഡറിന്റെ ആവശ്യമില്ല. ഒരിക്കലും കുട്ടികൾ തഫ്സീർ ക്ലാസ്സിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഫിഖ് ക്ലാസ്സിൽ ഇരിക്കാനോ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കാനോ അവർ ആരും അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ? അവർ കുട്ടികളാണ്.
അവർക്ക് എന്താ വേണ്ടത്? കളിക്കണം, അവർക്ക് ഇഷ്ടം വേണം, അവർക്ക് എൻജോയ് ചെയ്യണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ഇനി അവർ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മനസ്സ് തട്ടി, ഞാൻ വെറുതെ പറയുന്ന ഒരു ലവ് അതല്ല, മനസ്സ് തട്ടിയിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഈവൻ ഉമ്മയായിക്കോട്ടെ, ഉപ്പയായിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെ മനസ്സ് തട്ടിയിട്ട് ഒരു കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുക്കും. അയാൾ എന്ത് പറഞ്ഞാലും മനസ്സ് തട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് സംസാരിച്ചിരുന്നില്ല? സ്വർഗത്തിനെ പറ്റിയിട്ടോ, നരകത്തിനെ പറ്റിയിട്ടോ, ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടോ, ഈവൻ ദുനിയാവിനെ പറ്റിയിട്ട് വരെ, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമസ്കരിക്കണം എന്നുള്ളത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഹിജാബ് ഇടണം എന്നുള്ളത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഖുർആൻ ഓതണം എന്നുള്ളത്, ഇതിനെ പറ്റിയിട്ടൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അതിന്റെ മുമ്പൊക്കെ ചെയ്തിരുന്നത്? ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തോണ്ടിരിക്കുന്നായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭയങ്കരമായിട്ടുള്ള ടൈം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നായിരുന്നു, മെല്ലണ മെല്ലണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കണേ. അതായത് നമ്മൾ വേഗം തന്നെ എന്താ പോയിട്ട് പറയാ? ഹിജാബ് ഇട്, ഇതെന്ത് ഇങ്ങനെ നടക്കുന്നേ, നിസ്കരിക്കുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഹിജാബ് ഇടുന്നോ, നിസ്കരിക്കുന്നോ, ഖുർആൻ ഓതുന്നോ, ദുനിയാവിനെ പറ്റിയിട്ടോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് ഒന്നും അല്ല പറഞ്ഞു കൊടുത്തത്. ജസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടൈം അത്രയും എഫേർട്ട് എടുത്തിട്ട് ആ ടൈമൊക്കെ ഇൻവെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഫസ്റ്റ് ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മരുന്ന് കൊടുത്താലും അത് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തല തടവിയിട്ട്, അതായത് ഇപ്പൊ എന്നെ ഒരു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് വിചാരിക്കും, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ തലയൊക്കെ തടവിയിട്ട് ഞാൻ പറയുന്നത് ഹിജാബ് ഇടണേ എന്ന് പറയുമ്പം ആ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുക്കും. ഒരു വിഷയം ഉണ്ടാവില്ല ആ കുട്ടിക്ക്, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സെയിം ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയോട് ഇങ്ങനെ തലയൊക്കെ തടവിയിട്ട് ഷോൾഡറിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നോക്കണേ എന്നുള്ളത്. ഇവിടെയും നിങ്ങൾ നോക്കണേ, നമ്മൾ ഈ ഒരു ഹദീസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇവിടെയും നിങ്ങൾ നോക്കണം. എന്താണ്? രണ്ട് കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, തഹജ്ജുദ് നമസ്കരിക്കണേ എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് എന്താ വന്നത്? ചാറ്റിൽ പറയാം. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഫസ്റ്റ് എന്താ വന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, തഹജ്ജുദ് നമസ്കരിക്കണേ എന്നുള്ളത്. ഇഷ്ടാണ് അല്ലെ? അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിക്കണേന്ന് പറയുന്നതിന്റെ മുന്നേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്നാണ്. നമ്മൾ അതൊന്നും പറയുന്നതിന്റെ മുന്നേ എന്താ? നിസ്കരിക്കണേ, അതാക്കണേ, ഇതാക്കണേ എന്ന് പറയും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പോയിന്റിലും ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നതായിരുന്നു. ഇത് ഞാൻ എന്തിനാ ഇവിടെ പറയുന്നതെന്ന് വിചാരിച്ചാല്, ശരിക്കും നമ്മൾ പാരന്റ്സ് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ഒരു ലവിങ് റിലേഷൻ, ആ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ, ആ ഒരു ഇഷ്ടം. ഞാൻ ഈ പറയുന്നത് അതെന്താ അവർക്കറിയില്ലേ, ഉമ്മയായി എന്തായാലും ഇഷ്ടപ്പെടൂലേ, അതിനിങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ചില പാരന്റ്സ് അങ്ങനെ പറയും. ചില പാരന്റ്സ് എന്താ പറയാ, നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഐ ലവ് യു എന്നുള്ള ആ ഒരു ഇഷ്ടമല്ല, അത് എക്സ്പ്രസ് ചെയ്യുക കോൺഫിഡന്റ് ബേസിൽ എന്നാ പറയുന്നത്. അതായത് നിങ്ങളെ കുട്ടികളുമായിട്ട് ഫ്രണ്ട്സ് ആവുക എന്ന് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, അധികം ആൾക്കാരും പറയുന്ന കേൾക്കുന്നുണ്ടാവും, അതായത് നമ്മൾ യങ് ആവാന്നുള്ളത്, ചെറുപ്പാവാന്നുള്ളത്, കുട്ടികളുമായിട്ട് കളിക്കുക എന്നുള്ളത്. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോട്ടെ, നിങ്ങളെ കുട്ടികൾ എന്നും നിങ്ങളെ കാണുന്നത്, അതായത് കുട്ടിയുടെ ഉപ്പാനെ കാണുന്നത് വലിയ വയറൊക്കെ വെച്ചിട്ട് ഫുള്ള് നടക്കാൻ കഴിയാതെ ആ ഒരു രീതിയിൽ കാണുന്നതും, ഉമ്മയാണെങ്കിൽ ഫുൾ ടൈം ഹോസ്പിറ്റലും അതും ഇതും ഫുള്ള് ടെൻഷനും പ്രഷറും അങ്ങനെ ആക്കി നടക്കുമ്പം ആ കുട്ടിയുടെ മൈൻഡ് എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇമോഷണലി ആയിട്ട് ശരിക്ക് ഇമോഷണൽ ബ്ലോക്ക് ആണ് നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ പറയുന്ന ഹിജാബ് ഇടണേ, നമസ്കരിക്കണേ എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ, അവർക്ക് ഒരക്ഷരം മിണ്ടാതെ അവർക്ക് അത് അനുസരിക്കാൻ തോന്നും. കാരണം അവർ അത്രയും അധികം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയ സമയത്ത് കൂടെ ആരും കൂടിയാ മുസ്ലിം ആയത്? ഉമർ റളിയല്ലാഹുവിന്റെ മകനും കൂടി മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർ അത്രയും അധികം ഫ്രണ്ട്സ് ആയിരുന്നു.
ഉപ്പ ബാപ്പ ചെയ്താൽ മതി ഓക്കെ എന്നുള്ള ആ ഒരു അത്രയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. കുറെ ചോദ്യങ്ങൾ വന്നിരുന്നില്ല. അതുപോലത്തെയാണ് ജാഫർ റളിയല്ലാഹു അൻഹും ജാഫർ റളിയല്ലാഹുവിന്റെ മകനും അബ്ദുള്ള. അതായത് അവരുടെ ജനറേഷൻ ഗ്യാപ്പ് എന്നുണ്ട്. അതായത് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജാഫർ റളിയല്ലാഹു അൻഹുവിന് 40 വയസ്സും ജാഫർ റളിയല്ലാഹുവിന്റെ മകന് 30 വയസ്സുമാണ്. അവരുടെ ജനറേഷൻ ഗ്യാപ്പ് എത്രയാണ്? 11 ആണ്. അപ്പം 11 വർഷമാണ് അവരുടെ ജനറേഷൻ ഗ്യാപ്പ്. ഓക്കെ, അപ്പം ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ ഇവർ എന്താ ചെയ്തത്? കുറെ ഒച്ചപ്പാടാക്കുക, കുറെ എന്തെങ്കിലും ഇൻസ്ട്രക്ട് ചെയ്യുക, കുറെ ഓർഡർ കൊടുക്കുക, എല്ലായിരുന്നു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്തുള്ള കളി. കുതിരസവാരി ആയിക്കോട്ടെ, അമ്പെയ്ത്ത് ആയിക്കോട്ടെ, നമ്മൾ ഇക്കാലത്തുള്ള ക്രിക്കറ്റ്, ഫുട്ബോള്, ഈ ഉപ്പയും മകനും കൂടി ഫുൾ ടൈം എന്തിനും ഏതിനും ടൈം കിട്ടിയാൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്നാ പറയാം. അപ്പം ഈ പറയുന്ന സമയത്ത് ഇപ്പൊ ജനറേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നില്ല ഈ ജനറേഷൻ ഗ്യാപ്പിൽ. നമ്മൾ അധികം ആൾക്കാരും പറയും ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് ആണെന്ന് അറിയും. പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നില്ല ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തില്. കാരണം ഈ ഗ്യാപ്പ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതായത് ഞാന് റെഡിയല്ല, ഇപ്പത്തെ എന്റെ കുട്ടികൾ എന്തിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്, എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ റെഡിയല്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഫോൺ അപ്ഡേറ്റ് ആവുന്നുണ്ട്, മെഷീൻ അപ്ഡേറ്റ് ആവുന്നുണ്ട്, എല്ലാം അപ്ഡേറ്റഡ് ആണ്. നമ്മളിപ്പം നമ്മളെ പഴയ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുട്ടികളോട് എന്തെങ്കിലും പറയുമ്പോ നമ്മളെന്താ പറയാ, എന്റെ ഉമ്മിപ്പി അങ്ങനെ എല്ലാവരും വളർത്തിയത്, നമ്മുടെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ആ ഒരു വള്ളിത്തുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ്. എന്നാല് നമ്മുടെ മക്കളുടെ ആ ഒരു പ്രായത്തിൽ ഇറങ്ങി ചെല്ലി നോക്കാൻ വേണ്ടി നമുക്ക് ഒന്നിനും താല്പര്യമില്ല. നമ്മളിപ്പം അമ്മിക്കല്ലിലാണോ നമ്മള് എല്ലാം ഇറക്കുന്നത്? എല്ലാ മെഷീന് വന്നപ്പോ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ കുട്ടികളെ അതിലേക്ക് ഇറങ്ങിയിട്ട്, ഈ പ്രായത്തിലുള്ള കുട്ടികളെ ടീനേജ് പ്രായത്തിൽ സംസാരിക്കുന്ന, അവർ എന്താണ് സംസാരിക്കുന്നത്, അവർ എന്താണ് ചെയ്യുന്നത്, അത് പറ്റി അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നില്ല. അതായത് നിങ്ങളെ കുട്ടികൾ ഫുട്ബോളോ കാണുന്നുണ്ടെങ്കിൽ മെസ്സിനെ പറ്റിട്ടോ റൊണാൾഡോനെ പറ്റിട്ടോ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് എന്താ സംസാരിക്കുക? ഈ ലോകത്തിലുള്ള അന്താരാഷ്ട്ര പ്രശ്നത്തിനെ പറ്റിട്ടോ? നമുക്ക് ഇതിനെ പറ്റിട്ട് ഒരറിവും ഇല്ലെങ്കിൽ, ജസ്റ്റ് ഒരു കുഞ്ഞറിവും ഇല്ലെങ്കിൽ, അവിടെയാണ് ജനറേഷൻ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ എന്താ കുട്ടികൾ പറയും, എന്റെ ഉമ്മാക്കൊന്നും അറിയില്ല, എന്റെ ഉപ്പാക്കൊന്നും അറിയില്ല എന്ന് പറയും. നേരെ മറിച്ച് കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഈവൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന രീതി, അവർ എങ്ങനെയാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്, ആ രീതിയിൽ നമ്മൾ മെസ്സേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മള് അവരുടെ ഇതിലേക്ക് ഇറങ്ങി ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ എത്ര ആൾക്കാർ അവരുടെ കൂടെ ഇരുന്നിട്ട് കാർട്ടൂൺ കണ്ടിട്ടുണ്ട്? എത്ര ആൾക്കാർ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട്, ആ ടോം ആൻഡ് ജെറി കാണുമ്പോ ആ ടോം അങ്ങനെ ആക്കിയില്ലേ, ടോം ഇങ്ങനെ ആക്കിയില്ലേ എന്നുള്ളത്? ഇല്ല. നമ്മള് എന്നും നമുക്ക് കുട്ടികളോട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ആ കുട്ടികൾ എന്താ കാണുന്നത്, ആ രീതിയിൽ ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ റെഡിയുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഒരു ലേണിംഗ് ക്രിയേച്ചർ ആണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മെഷീനാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. പക്ഷെ നമ്മൾ അതിന് റെഡിയല്ല. നമ്മളിപ്പം എന്ത് പറയും, എനിക്കിതൊന്നും അറിയില്ലടാ, ഒന്ന് ഫോൺ ആക്കി തരോ, ശരിയാക്കി തരോ, എന്നാൽ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് റെഡിയുമല്ല. കുട്ടികളെക്കാളും മുന്നിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പോകണം. കുട്ടികൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആവുന്നോ അതിനേക്കാളും മേലെ നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ എന്താ പറയും, എന്റെ ഉമ്മക്ക് ഒരു കുന്തും അറിയില്ല എന്ന് പറയും. എന്നിട്ട് എവിടത്തേക്ക് പോകും? അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും, അവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും. ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്, മെസ്സിയും റൊണാൾഡോ. കാരണം ഇപ്പോഴത്തെ കുട്ടിക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ മെസ്സി ആരാണോ നോക്കുക, റൊണാൾഡോ ആരോ നോക്കുക, ജസ്റ്റ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ശരിയാണ്, നമ്മള് മുഖം ചുളിയും, പ്രായം അങ്ങോട്ട് നേരം മുഖം ചുളിയും, നമുക്ക് വേദനയൊക്കെ വരും. പക്ഷെ നമ്മുടെ മൈൻഡ് യങ് ആയിട്ട് തന്നെ വെക്കുക. കുട്ടികളെ എവിടത്തേക്കാണോ പോകുന്നത്, കുട്ടികൾ ഏത് വഴിയിലൂടെയാണോ, കുട്ടികൾ എന്താണോ സംസാരിക്കുന്നത് ആ രീതിയിൽ, നല്ലതാണ് പറയുന്നത്, ആ ഒരു രീതിയിൽ എന്താക്കുക, നമ്മൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് കുട്ടിക്ക് വേണ്ടത്. അപ്പൊ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ തീരുമാനിക്കണം, ജനറേഷൻ ഗ്യാപ്പ് വെക്കണോ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പ് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടാക്കിയത്. ആ ഓരോ ബിൽഡിംഗ് ബ്ലോക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലവിന്റെ പകരം ഞാൻ റഹ്മാൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ കേൾക്കുന്നതാണ്, കുറെ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുന്നതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ?
ശരിക്കും ഡീപ്പായിട്ട് നോക്കുമ്പം ആ ഒരു ലവ് ആണ്, ആ ഒരു കെയറിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീൻ ആണ് അല്ലെ. പക്ഷെ ഞാൻ ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മ കാണിക്കാറുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഓടണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ടിരുന്നതിന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ആ ഒരു എന്നും ആ ഒരു പ്രസന്റ്, ആ ഒരു എന്നും ചിരിച്ച ഒരു മുഖത്തോടെ ആയിരുന്നത്. അല്ലാതെ മൂഡ് വരുമ്പോ ഞാൻ ചിരിക്കും, അല്ലാണ്ട് ഞാൻ ചിരിക്കൂല, അങ്ങനത്തെ രീതിയിലല്ലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പുഞ്ചിരിച്ചോണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം, ഒരാള് എന്നും ചിരിക്കണമെങ്കിൽ അവർ ഒരു മൂടിയായ ഒരാള് എന്നും ചിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരാൾക്കും അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഒരു മൂടിയായ ഒരാള് എന്നും ചിരിക്കൂല. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളുണ്ട്. ഒരുപാട് മുസ്ലിമുകള് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് കുട്ടികളുടെ അടുത്ത് എത്തുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ മാറ്റിയിട്ട് പുഞ്ചിരിച്ചോണ്ടായിരുന്നു അവർ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളാണെങ്കിലോ, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചില പാരന്റ്സ് എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ആ പ്രശ്നം തീർക്കുന്നത് മക്കളുടെ ഇതിലായിരിക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ മക്കളുടെ ഇതിലേക്ക് തീർക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും കൂടുതൽ പ്രശ്നം നമുക്കില്ല. അത്രയും വലിയ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പെരുമാറുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അത്രയും പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പ്രൂഫ് ഉണ്ട്. എന്താ? ഇനി ഞാൻ ഓരോരോ സ്റ്റോറി പറയുന്ന സമയത്ത് ശരിക്കും നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ കാണുക. അതായത് അനസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്യാമറ പിടിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അതായത് അനസ് റളിയല്ലാഹു അൻഹു ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു ചെറിയൊരു ബ്രദർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഉമൈർ എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ബ്രദർ. ആ ഉമൈറിന് ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു ബേർഡ്, ഒരു കുഞ്ഞു പെറ്റ് ഉണ്ടായിരുന്നു, നുഗൈർ എന്നാണ്. ഈ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഹദീസ്. അപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു പെറ്റ്, ഒരു പൂച്ചക്കുട്ടിയോ എന്തെങ്കിലും ഒരു പെറ്റ്, അല്ലെങ്കിൽ ഒരു ഡോള്, ടെഡി ബെയറോ എന്തെങ്കിലും, ആ കുട്ടി അതുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാക്കുക. അത് അതില്ലാതെ പോയിട്ട് ഉറങ്ങൂല, ആ ടെഡി ബെയറും പിടിച്ചിട്ട് ഡോളും പിടിച്ചിട്ടേ ഉറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള, അത്രയും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, നമ്മൾ ആ സ്റ്റോറിയിലേക്ക് പോവാണെങ്കിൽ ഉമൈറിന്റെ പെറ്റ്, ആ ബേർഡ് എന്താണെന്നാണ്, മരിക്കുന്നതാണ്. അതായത് നമ്മുടെ കുട്ടിയുടെ ടോയ് ഒന്നെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും, പെറ്റാണെങ്കിൽ ആ പെറ്റ് മരിക്കുന്നതാണ്. ഉമൈർ കരഞ്ഞ് ഒരു വിധായി ഭയങ്കര മൂഡ് ഔട്ടായി. ഓക്കെ, ഭയങ്കര ആ മരിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര മൂഡ് ഔട്ടായി, കരഞ്ഞ ഒരു അവസ്ഥയായി. സെയിം ആണ്, നമ്മളെ കുട്ടിക്ക് ഒരു ടോയ് ഉണ്ടെങ്കിൽ ആ ടോയ് പൊട്ടി, അത്രയും അറ്റാച്ച്ഡ് ആയ ഒരു ടെഡി ബെയർ ആണ്, എന്തോ ആയിക്കോട്ടെ, ആ ഒരു ടോയ് പൊട്ടിപ്പോയി. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോയ് അത്രയും അധികം പൊട്ടിപ്പോയി കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും ആ കുട്ടിയോട്? പേഴ്സണലി നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? സാഡാവും, സാരമില്ല പോട്ടെ. ഓക്കെ, അതായത് നമ്മള് പറയും ഓക്കെ ഇനി ഇങ്ങനെ കരയണ്ട, പോട്ടെ സാറില്ല, ഞാൻ വേറെ വാങ്ങിത്തരാന്ന് പറയും. ഓക്കെ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ പറയുക? ചില പാരന്റ്സ് എന്താ പറയാന്ന് വെച്ചാല്, ഒരു ടോയ് അല്ലേ, പോട്ടെ സാറില്ല, നമുക്ക് വേറെ വാങ്ങാലോ എന്നൊക്കെ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് പറഞ്ഞിട്ടില്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇങ്ങനെ ഒന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയായിരുന്നു ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തായിരുന്നു വേണ്ടത്? ആ ഒരു കംഫർട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം ആ ഒരു പെറ്റായിരുന്നു ഉമൈറിന്റെ ലോകം എന്നുള്ളത്. അതായത് ഈ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ഈ ഡോളായിരുന്നു.
നമുക്കത് ജസ്റ്റ് ഒരു ടോയ് ആണ് അല്ലെ, നമുക്കത് ജസ്റ്റ് ഒരു ടോയ് ആണ്. പക്ഷെ ആ കുട്ടിക്ക് അത് ആ കുട്ടീന്റെ ലോകമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അധിക പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുട്ടിയുടെ ടോയ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ശരിക്കും ഒരു രാജാവിന്റെ രാജ്യം നഷ്ടപ്പെടുമല്ലോ, സെയിം ഫീലിംഗ് തന്നെയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഒരു രാജാവിന്റെ രാജ്യം നഷ്ടപ്പെട്ടാൽ എത്രത്തോളം ആ രാജാവ് സങ്കടപ്പെടുവോ അത്ര തന്നെയാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ടോയ് നഷ്ടപ്പെട്ടാൽ. അപ്പം ആ കുട്ടിക്ക് വേണ്ടത് ആ ഒരു കംഫേർട്ടാണ്, ആരെങ്കിലും സമാധാനിപ്പിക്കാനാണ്. എത്രത്തോളം വെച്ചാല് ഓരോ വിസിറ്റിലും ഓരോ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമൈറിനെ കാണാൻ പോയ സമയത്ത് പറയുന്ന ഒറ്റ വാക്കാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, എന്താണ് പറ്റിയത്, എന്താണ് നുഗൈറിന് പറ്റിയെന്നുള്ള അതിങ്ങനെ ചോദിച്ചു. കാരണം ആ കുട്ടിക്ക് അതിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളാണെങ്കിൽ അടുത്ത ടോയ് വാങ്ങി കൊടുക്കും, പക്ഷെ ആ കുട്ടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറൊരാള് ഇങ്ങോട്ടേക്ക് വന്നെന്ന് വെച്ചാൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെയിം ആണ്, ഒരു കുട്ടിക്ക് ഒരു ടോയ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പെറ്റ് നഷ്ടപ്പെട്ടാൽ അത്രയും അധികം ഇമോഷൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ശരിക്കും നോക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ശരിക്കും ആ കുട്ടിയുടെ ഇമോഷന് ശരിക്കും മനസ്സിലാക്കുക. ഓരോ കുട്ടിക്കും അതിൻ്റെതായ ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു മാത്സിന് മാർക്ക് കുറഞ്ഞു പോയാൽ, ഒരു 10 മാർക്ക് കുറഞ്ഞു പോയാൽ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റരുത്. അതായത് നമ്മളെ കുട്ടി നമ്മളത്ര നീളമില്ലെങ്കിൽ, അല്ലെങ്കിൽ മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, കുട്ടി നമ്മളത്ര നീളില്ല, നമ്മളത്ര വയസ്സില്ല, നമ്മളത്ര അറിവില്ല. ഓക്കെ, ആ കുട്ടി കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിക്കും ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓരോ കുട്ടികൾക്കും അതിൻ്റെതായ ഇമോഷൻസ് ഉണ്ട്. ആ കുട്ടിക്കും വേദനിക്കും, ആ കുട്ടിക്കും വിഷമങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. എത്ര ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങളെ മക്കളെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളെ മക്കളെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത ആൾക്കാർ, ജസ്റ്റ് നിങ്ങളെ ഫോൺ നോക്കാതെ ഒന്നും നോക്കാതെ നിങ്ങളെ കുട്ടീനെ ഒരു 10 മിനിറ്റ് കുട്ടീനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. ആ കുട്ടിക്ക് ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, പോട്ടെ സാറിൽ അനങ്ങാണ്ട് നിൽക്ക്, കരയില്ല, ഇങ്ങനെ കരയില്ല, എന്ത് ഇത്ര വലിയ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയുടെ ഇമോഷൻസ് ആണ് ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ ഇല്ലാണ്ടാക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ആണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും, എന്നിട്ട് ടീച്ചേഴ്സ് ആ കുട്ടീനെ കംപ്ലൈന്റ് ചെയ്യും. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ 3 വയസ്സും 4 വയസ്സുള്ള കുട്ടികളൊക്കെ ഖുർആൻ പഠിക്കാൻ വേണ്ടിട്ട് അയക്കുന്നുണ്ട്. ആ കുട്ടി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും നിർബന്ധിച്ച് ഇരുത്തി പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് അതിനോടുള്ള ഇഷ്ടം വരെ ഇല്ലാണ്ടായി പോകുന്നതാണ്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും സ്കൂളിൽ പോയിട്ട് ടീച്ചർ പറയും, ഇവ പഠിക്കുന്നില്ല, ഇവൻ ഇതാക്കുന്നില്ല, അങ്ങനെ ആക്കുന്നില്ല. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് കുട്ടീനെ പോയിട്ട് വഴക്ക് പറയും. അവിടെയും മനസ്സിലാക്കുന്നില്ല എന്റെ കുട്ടി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്, ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ, ആ കുട്ടിക്ക് എന്തോ പറ്റുന്നില്ല. കാരണം നമ്മൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലാണ് ഉണ്ടാക്കിയത് അല്ലെ. എല്ലാവർക്കും ഒരേ ബ്രെയിൻ ആണോ? അല്ല. ചില ആൾക്കാർ സ്ലോ ലേണർ ആയിരിക്കും, ചില ആൾക്കാർ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്റെ കുട്ടി സ്ലോ ആയിട്ടാണോ പഠിക്കുന്നത്? ഓക്കെ, ഞാൻ അതിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്താക്കാം, നമ്മൾ ആ കുട്ടിയുടെ ഇമോഷൻസ് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് നന്നാവും. ആ പ്രായം നന്നായി കഴിഞ്ഞാല് പിന്നെ ഈ കൗമാരവും യൗവനും നന്നാവും. ഇതും നന്നായി കഴിഞ്ഞാല് പിന്നെ അവർ പ്രായമായി കഴിഞ്ഞാൽ അവർ അവരുടെ മക്കളോട് പറയും, എന്റെ ഉമ്മ എന്റെ ഉപ്പ ഇങ്ങനെയായിരുന്നു വളർത്തിയത് എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓരോ കുട്ടിക്കും. ഒരിക്കലും വിചാരിക്കരുത് എന്റെ കുട്ടി ചെറുതാണ് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളത്. എല്ലാ കുട്ടിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ആ കുട്ടിക്ക് ഒറ്റക്ക് മരുന്ന് കുടിക്കാൻ പറ്റൂല, കത്തി എടുത്തിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പറ്റൂല, ഓക്കെ, പക്ഷെ കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്ന ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഒരു ഇമോഷണൽ ബ്ലോക്ക് ഇങ്ങനെ ബിൽഡ് മെല്ലണ വേഗത്തിലല്ല, മെല്ലണ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഹദീസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഹദീസ് നമ്മൾ എല്ലാവരും വായിച്ചതാണ് അല്ലെ. ഈ ഒരു ഹദീസ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ലോകം അവസാനിക്കുന്നത് വരെ എല്ലാവരിലേക്ക് എത്തും ചെയ്യും. കാരണം ഈ ഹദീസ് വായിച്ചതോടെ നമ്മൾ പറയും, ഓ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇത്രയും അധികം ഇമോഷൻസ് ആണ് ഇതിലുള്ളതെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ഹദീസ് ലോക അവസാനം വരെ വായിക്കുമെങ്കിൽ അതിന്റെ അർത്ഥം ഒരു കുട്ടിയുടെ ഇമോഷന് അത്രത്തോളം വാല്യൂ ഉള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
രണ്ടാമത്തെ കാര്യം എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്? വൈപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയത്തും കുട്ടികളെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ചിട്ട് ചെറിയ പ്രായമുള്ള സമയമാണെങ്കിൽ, ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ തല ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ജാഫർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്, വലുതായി മരിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തല ഇങ്ങനെ തടവിയിട്ട് ഒരു ദുആ പറയുമായിരുന്നു എന്നുള്ളത്. അത് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ദുആ ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും ഏത് രീതിയിൽ മനസ്സിലാക്കും? നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാലും, കുട്ടിയെ അടിച്ചിനെങ്കിലും, കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ആ കുട്ടികൾ മനസ്സിലാക്കും എന്നുള്ളത്. പേഴ്സണലി എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുവരെ നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ ആ കുട്ടി 20 വയസ്സെത്തിയപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉമ്മാമ അടിച്ച സമയത്ത് എന്റെ ഉമ്മ ഒന്നും അവിടെ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ലാലോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്റെ ഉമ്മ ഈ സമയത്ത് എന്നെ അടിച്ചിട്ടില്ലേ എന്നുള്ളത്. ആ കുട്ടി ഒരു അഡൾട്ട് ആവുന്ന സമയത്ത് ഇതൊക്കെ മൈൻഡിലേക്ക് വരും. അതുകൊണ്ട് ഒന്നും ഒരു കുട്ടി മറന്നു പോകുന്ന ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ വായിരിക്കി, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം, ഇവിടെ പിടിച്ചിരിക്കി, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം ഓരോ കുട്ടികളും ഏത് രീതിയിലാണെന്നുള്ളത്. നമ്മൾ എന്താ ചെയ്യാ? എല്ലാ കുട്ടികളും ഒരുപോലെ എന്നുള്ള എല്ലാരെയും പിടിച്ചിട്ട് അവിടെ ഇരുത്തും, ഓരോ ദുആവും ഇങ്ങനെ കാണാപ്പാഠം പഠിപ്പിക്കും. ഇല്ല, ചിലപ്പോ എന്റെ കുട്ടി എങ്ങനെ മാത്രമേ പഠിക്കുള്ളൂ, മടിയിലൊക്കെ ഇരുത്തി ഒന്ന് തലയിലും തടവി. മറ്റേ കുട്ടി എന്താ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുക എന്റെ കുട്ടി ഏത് രീതിയിലാണ് ഉള്ളത് എന്നുള്ളത്. എന്റെ കുട്ടി ഇങ്ങനെ തലയൊക്കെ തടവി ഒരു കിസ്സൊക്കെ കൊടുത്തിട്ടാണ് ദുആ പഠിക്കുമെങ്കിൽ അങ്ങനെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടി ജാഫർ റളിയല്ലാഹു അൻഹു അറിയാതെ ഒരു ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ഹദീസ് ഉണ്ട് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു പബ്ലിക് ആയിട്ട് കിസ് ചെയ്തെന്നുള്ളത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, എനിക്ക് 10 ആൺകുട്ടികളുണ്ട്, ഞാൻ ഇന്നേ വരെ ഒരാളെ കിസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾക്കും ഒരാളോട് റഹ്മയില്ലെങ്കിൽ അവർക്കും റഹ്മ ഉണ്ടാവൂല എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഹദീസ് അറിയാം, എല്ലാവർക്കും ഈ ഹദീസ് അറിയില്ലേ? അറിയാത്ത ആരുണ്ടാവൂലോ. ഫേമസ് ഹദീസാണിത്. അപ്പം പക്ഷെ നമ്മൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഹദീസ് എന്താണെന്നുള്ളത്? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരാൾ വന്നിട്ട് ഷോക്ക് ആയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ടല്ലോ, ഞാൻ ഇതുവരെ കിസ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. ആ ഒരു ടൈം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് പ്രൈവറ്റ് ആയിട്ട് വരെ ആൺകുട്ടികൾ ആരും കിസ് ചെയ്യാറുമില്ല. പക്ഷെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പബ്ലിക് ആയിട്ട് കിസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഒരു സുന്നത്താക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മളെ മക്കളെ കിസ് ചെയ്യുക എന്നുള്ളത് അതൊരു സുന്നത്താണ് എന്നുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യമാണ് എന്നുള്ളത്. സെയിം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളിൽ എന്താ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ശക്തി, ആ ഒരു സീരിയസ് ആ ഒരു നോട്ടിലാണ് നമ്മൾ എല്ലാവരും കാണുക. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഉമറിന്റെ മകനെ ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സെയിം ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തുള്ള ഒരാൾ പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, മോനെ കിസ് ചെയ്യുന്നതാണോ എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്റെ തെറ്റല്ലാലോ നിങ്ങളുടെ അടുത്ത് റഹ്മത്ത് എടുത്തത് എന്നുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു വരെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നുള്ളത്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് ഇൻസിഡന്റ് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ എടുക്കാറുണ്ടായിരുന്നു അല്ലെ, കുട്ടികളെ എടുത്തിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, അതിലെ ഫിഖ്ഹി കാര്യങ്ങൾ നമ്മൾ നോക്കും. അതായത് ഓക്കെ, അപ്പം നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ നമുക്ക് എടുക്കാം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാത്രമായിരിക്കും നമ്മളിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാമനെ ഇങ്ങനെ എടുത്ത് നമസ്കരിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു റഹ്മത്താണ് കാണിക്കുന്നത്, ആ കുട്ടിയോടുള്ള ആ ഒരു ഇഷ്ടമാണ് കാണിക്കുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് ഓക്കെ, എന്റെ കുട്ടി കരയുന്നില്ല, അതിങ്ങനെ എടുത്തിട്ട് ആ ഒരു ഇഷ്ടത്തോടെയാണ് അടുക്കുന്നത്.
പക്ഷെ നമ്മളാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുന്നു, നിസ്കരിക്കാൻ തീരെ പറ്റുന്നില്ല, എന്താ ചെയ്യാന്നുള്ള ആ ഒരു ഫീലിങ്ങിലാണ് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് ഇനി ചെയ്യുന്ന സമയത്ത് എന്റെ കുട്ടിക്കാരൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കുട്ടി ആ സമയത്ത് കരയിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ആ കുട്ടി കരഞ്ഞെങ്കിൽ ആ കുട്ടിയുടെ ആ റഹ്മത്ത് കാണിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. ഈ ഉമാമ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത് ഉമാമേനെ എടുത്തിട്ടായിരുന്നു നമസ്കരിച്ചത്. ഈ സെയിം ഉമാമ വലുതായി കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞാൽ ആ കുട്ടി കരയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, എന്നാ പിന്നെ അത് എടുക്കാന്നുള്ള രീതിയിലല്ല എടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഇഷ്ടത്തോടെയായിരുന്നു എന്നെ എടുത്തത്, ഞാനും എന്റെ കുട്ടിയെ അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ എടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് നമസ്കരിക്കുമ്പം എടുക്കുക. ഇവിടെ ഒക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെയും ഇത്രയും ആയിട്ട് ഒരിക്കലും എവിടെയും പോയിട്ട് പറയുന്നില്ല അള്ളാനെ മാത്രം അനുസരിക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഒന്നും ഇവിടെ പറയുന്നില്ല. ആ ഒരു ഇമോഷണൽ, ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു സഹാബാക്കളും കണ്ടിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ റണ്ണിങ് റേസ് നടത്തിയത്, ഓട്ട മത്സരം നടത്തിയത്. അത് ആയിഷ റളിയല്ലാഹു മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ആയിഷ റളിയല്ലാഹു കുട്ടിയായിരുന്നു അല്ലെ? അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ ഓട്ട മത്സരം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളെ കുട്ടികളുമായിട്ട് ഒന്ന് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. നമ്മൾ എന്താ ചെയ്യാ പൊതുവെ? നമ്മള് കുട്ടിയെ രാവിലെ എണീപ്പിക്കും, എണീക്ക്, രാവിലെ സ്കൂളിൽ പോ, പിന്നെന്താ ഹോംവർക്ക് ചെയ്യ്, സ്കൂളിൽ നിന്ന് വന്ന് പഠിക്ക്, ഭക്ഷണം കഴിക്ക്, രാത്രിയായി ഉറങ്ങി. എത്ര ആൾക്കാർ നമ്മൾ കുട്ടികളോട് കളിക്കുന്നുണ്ട്? ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡോ 20 മിനിറ്റോ കളിക്കുന്നില്ല. എത്ര ആൾക്കാർ ഒരു മണിക്കൂർ നിങ്ങളെ കുട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ കുട്ടികൾ പറയുന്ന കളി എത്ര ആൾക്കാർ കളിക്കുന്നുണ്ട്? അതായത് കുട്ടി പറയുന്നു ഉമ്മ എനിക്ക് ഇത് കളിക്കണം വാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് പറഞ്ഞു 1 മണിക്കൂർ നമുക്ക് ഫുള്ള് കളിക്കാലോ എന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന എത്ര ആൾക്കാർ? അവിടെയൊക്കെ ശരിക്കും സംഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്, ആ ഒരു വേറെ തന്നെ ഒരു ഇഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. വേറൊരു ഇൻസിഡന്റ് എന്താന്ന് വെച്ചാല്, പണ്ട് അറബ് കൾച്ചറിൽ ഈ നാവ് പുറത്തിടുക എന്ന് പറയുന്നത് അത്ര ഒരു വലിയ നല്ല കാര്യമല്ല. നമ്മളെ കുട്ടികളോട് ഇങ്ങനെ നാവ് പുറത്തിട്ടിട്ട് കളിപ്പിക്കൂലെ, ഇങ്ങനെ നാവിന്റെ ചെറിയൊരു ടിപ്പ് ഇങ്ങനെ പുറത്തിട്ടിട്ട് ഉള്ളിലേക്കാക്കും. പണ്ട് കാലത്ത് അറബ് കാലത്ത് അത് നാവ് പുറത്തിട്ട് കളിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമല്ലായിരുന്നു. ആ ഒരു സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പബ്ലിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് ഇങ്ങനെ പുറത്തിട്ടിട്ട് കളിപ്പിക്കുന്നതായിരുന്നു, ഹസ്സൻ റളിയല്ലാഹുവിനെ കളിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പബ്ലിക്കായിട്ട് കുട്ടികളോട് കളിക്കുക എന്ന് പറയുന്നതും സുന്നത്താണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ നമുക്ക് സമാധാനം, ഇനി കുറച്ചു നേരം അനങ്ങാണ്ടിരിക്കാലോ. ചില ആൾക്കാരിൽ ഞാൻ പറയുന്നത് കേൾക്കും, കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പറയും സ്കൂളിൽ പോയിട്ടാണ് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനെന്നുള്ളത്. അറിയാണ്ടോ എങ്ങനെങ്കിലും ആ കുട്ടി അത് കേട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അതൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷെ കുട്ടിയുടെ ശരിക്കും ഇമോഷണലി ശരിക്കും ഡാമേജ് ആക്കും. കല്യാണത്തിന് പോയാൽ തന്നെ ഇത് ഇവൻ ആരെങ്കിലും ഒന്ന് പിടിക്കോ, ഒന്ന് ഇതാക്കോ, അങ്ങനെ പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ മൈൻഡിൽ ശരിക്കും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. നേരെ മറിച്ച് നമുക്ക് എന്താ കല്യാണം വീട്ടിൽ പോയാൽ ഇത്ര വലിയ പണിയുള്ളത്? ആ കുട്ടി അങ്ങോട്ട് ഓടുന്നുണ്ടെങ്കിൽ എന്തേ നമുക്ക് ബാക്കിലെ ഓടിക്കൂടാ? ആ കുട്ടിക്ക് അപ്പുറത്ത് പോകണമെന്നാണെങ്കിൽ എന്തേ ആ കുട്ടീന്റെ പേര് നമുക്ക് അപ്പുറത്ത് പോയിക്കൂടാ? പക്ഷെ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ആ കുട്ടീനെ ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത്രയും സമാധാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്ക് ഇമോഷണലി ആ കുട്ടികൾ തകരും എന്നാ പറയുന്നത്. അപ്പൊ പബ്ലിക് ആയിട്ടും കുട്ടികളോട് കളിക്കുക എന്ന് പറയുന്നത് അത്രയും ആ ഇമോഷണൽ ബോണ്ട് കൊണ്ടുവരാൻ അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് ഈദിന്റെ സമയത്ത് മാത്രമായിരുന്നില്ല ഗിഫ്റ്റ് കൊടുത്തത്. ഇക്കാലത്ത് ചിലപ്പം ഈദിനും ഗിഫ്റ്റ് കൊടുക്കാത്ത പാരന്റ്സ് ഉണ്ടാവും. ഈദിനെങ്കിലും അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഈദിനെങ്കിലും ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത സമയത്തും ഒക്കെയും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നു. അതായത് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരെങ്കിലും പറയും, ഏതെങ്കിലും ഒരു കുട്ടി പറയും എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്നുള്ളത്? ഒരിക്കലും ഒരു കുട്ടിയും പറയൂല. എത്ര ഗിഫ്റ്റ് തരുന്ന ഒരാളുണ്ടോ അത്രയും അധികം അയാൾ ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അത് നമുക്ക് നോക്കിയാൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് എല്ലാ മദീനയില് ഒരു സീസൺ ഉണ്ടാവും. ആ ഒരു സീസണിൽ ഭയങ്കരമായിട്ടുള്ള ക്രോപ്സും ഫ്രൂട്ട്സ്, ഈത്തപ്പഴം ഇതൊക്കെ വിളവെടുക്കുന്ന ആ ഒരു സമയമാണ്. അതിങ്ങനെ ശേഖരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്കാ പോയിട്ട് കൊടുക്കുക. അങ്ങനെ എന്താവും, അതിങ്ങനെ ഫുള്ള് കൊടുത്തതിൽ അത്രയും ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യും. എന്തിന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് ഫുള്ള് വീതിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക. അപ്പൊ അത്രയും മദീനയിലെ എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫുൾ ഈത്തപ്പഴവും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു കഴിഞ്ഞാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഈ മദീനയിൽ നീ ബർക്കത്ത് ചൊരിയണേ, ഈ സിറ്റിയിൽ ബർക്കത്ത് ചൊരിയണേ, ഈ ഫ്രൂട്ടിൽ ബർക്കത്ത് കൊടുക്കണേ, ഈത്തപ്പഴത്തിൽ അങ്ങനെ എല്ലാ ദുആകളും ചെയ്ത് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുന്ന കാര്യം എന്താന്ന് വിചാരിച്ചാല് ആദ്യം കുട്ടികളെ വിളിക്കും എന്നാ പറയുന്നത്. ആദ്യം കുട്ടികളെ വിളിക്കും. കുട്ടികളെ വിളിച്ചിട്ട് പറയും, ഏറ്റവും ചെറിയ പ്രായമുള്ള കുട്ടികൾ ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളിലേക്ക് ഈ ഫ്രൂട്ട്സും ഈത്തപ്പഴവും നീട്ടും എന്നാ പറയുന്നത്. എന്നിട്ട് അവർ അത് കഴിക്കും. അവർ രണ്ടാമതും ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതും കൊടുക്കും. എന്നിട്ട് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ആലോചിക്കണേ, അത്രയും വലിയ വലിയ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും വലിയ വലിയ പ്രായമുള്ള ആൾക്കാരും എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ ഫസ്റ്റ് വിളിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ, ഈ ഫ്രൂട്ട്സും ഈത്തപ്പഴവും ഒക്കെ കുട്ടികളിലേക്ക് നീട്ടിയിട്ട് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ അവരെ കളിക്കാൻ വേണ്ടിയിട്ട് വിടും. എന്നിട്ടാണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. നമ്മളിലെ പകുതി ആൾക്കാർ എന്താ ചെയ്യുക, എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ ആദ്യം വലിയ ആൾക്കാർ കൊടുത്തിട്ട് പറയും കുട്ടികളെല്ലാം ലാസ്റ്റ് തരാന്ന് പറയും. അവിടെ തന്നെ എന്താ കുട്ടികളെ നമുക്കൊരു വിലയും ഇല്ലാലേ എന്നുള്ള ഒരു ഫീലിംഗ് ആ കുട്ടികളുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗിഫ്റ്റ് കൊടുക്കുക. കാരണം എന്തുമായിക്കോട്ടെ, ഒരു പെൻസിൽ ആയിക്കോട്ടെ, കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് പെരുന്നാൾക്ക് മാത്രമല്ല, വെറുതെ ആ കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് ഇടക്കിടക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഇമോഷണൽ ബ്ലോക്ക് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, 10-15 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ ആ ടോയ്സ് ബ്രേക്ക് ചെയ്യും, നോ പ്രോബ്ലം. കുട്ടികളല്ലാതെ പിന്നെ ആരാ അതൊക്കെ പൊട്ടിക്കുക? നമ്മൾ പൊട്ടിക്കോ? ഇല്ല. അപ്പം കുട്ടികൾ അത് ബ്രോക്ക് ചെയ്യും, പക്ഷെ പൊട്ടിക്കും. പക്ഷെ ആ കുട്ടികൾ ഓർമ്മിക്കും, എന്റെ ഉമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നു എന്നുള്ളത്. അതിപ്പോഴും വലുതായി കഴിഞ്ഞാലും ഒക്കെയും ആ കുട്ടികൾ അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമായ കാര്യമാണ് ഇമോഷണൽ ബ്ലോക്ക് ബിൽഡ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമോഷണൽ ബ്ലോക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തല ഇങ്ങനെ തടവാറുണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു, കിസ് ചെയ്യാറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു. ഇനി വേറൊരു സ്റ്റോറി എന്താന്ന് വിചാരിച്ചാല് തബറാനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നായിരുന്നു. ആ സമയത്ത് ഉമ്മു ഐമൻ എന്ന് പറഞ്ഞ ഫേമസ് ആയ ഒരു സാബി വനിത ഉണ്ടല്ലേ, വന്നിട്ട് പറഞ്ഞു ഹസൻ ഹുസൈനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. മിസ്സിംഗ് ആണ്, ഹസൻ ഹുസൈനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് സെർച്ച് ചെയ്യാലോ എന്ന് പറഞ്ഞ് സഹാബാക്കളോട് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ പോയ സമയത്ത് ഇവർ കാണുന്ന എന്താന്ന് വെച്ചാൽ ഒരു മലന്റെ ആ ഒരു സൈഡില് ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം എന്താ, മുമ്പിൽ ഒരു പാമ്പ് ഇങ്ങനെ അവർ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ ഇങ്ങനെ വരുന്ന സമയത്ത് പാമ്പ് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടാളെയും വേഗം എന്ത് ചെയ്തു എന്ന് വെച്ചാല് തല ഇങ്ങനെ തടവിയിട്ട് കിസ്സൊക്കെ കൊടുത്തിട്ട് ഒരാളെ ഒരു ഷോൾഡറിലും മറ്റേയാളെ മറ്റേ ഷോൾഡറിലും ഇട്ടിട്ട് നടക്കുക ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പേടിയുള്ള സമയത്ത്, അതായത് ഇപ്പം നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്നപ്പം കുട്ടിക്ക് മനസ്സിലായ ഉമ്മ കണ്ട് ഇനി എന്തായാലും എന്നെ വഴക്കുറ. അപ്പൊ ആ സമയത്ത് കുട്ടി എന്താണ്, ആ ഒരു ഫിയർ മോഡിലാണല്ലേ ഉള്ളത്, ആ കുട്ടി പേടിച്ചൊരു മോഡിലാണ് ഉള്ളത്. ആ സമയത്ത് നമ്മൾ പിന്നെയും പോയിട്ട് വഴക്ക് പറയാതെ ആ കുട്ടിയെ പോയിട്ടൊന്ന് കാമാക്കുക എന്നുള്ളതാണ്. ആ കുട്ടിയെ ഒന്ന് തലയൊക്കെ തടവി കിസ്സൊക്കെ ചെയ്തിട്ട് ഓക്കെ എന്താ ചെയ്തതെന്ന് പിന്നീട് സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളെ വീട്ടിലിപ്പം ന്യൂ ബോൺ ബേബി പ്രസവിച്ചിട്ട് ഒരു കുട്ടി വരുന്നു, ഒരു കുഞ്ഞു ബേബി വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആ കുട്ടിയുടെ ബ്രദർ ഉണ്ട്, 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഉള്ള കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളെല്ലാവരും ആ പ്രസവിച്ച പാടുള്ള കുട്ടീനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ കുട്ടിക്ക് പേടിയാണ്. നമ്മൾ പറയും അസൂയ എന്നൊക്കെ പറയും. അസൂയല്ല, അവിടെ പേടിയാണ്. എന്ത് പേടിയാണ്? എന്റെ ഉമ്മയും ഉപ്പയും ഇനി എന്നെ ഇഷ്ടപ്പെടുന്നതിന്റെ പകരം ഈ കുട്ടീനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണ്. അപ്പൊ ആ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈവൻ മറ്റ്
ജനിച്ച പാടുള്ള കുട്ടി അവിടുന്ന് കരഞ്ഞോട്ടെ, പക്ഷെ ഈ കുട്ടീനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം എന്നാ പറയുന്നത്, അങ്ങേയറ്റം കെയർ ചെയ്യണം എന്നാ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലാവണം എന്റെ ഉമ്മാക്ക് എന്നെ മതി എന്നുള്ള ആ ഒരു ഫീലിംഗിൽ. കാരണം മറ്റേ കുട്ടിക്ക് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ല, പ്രസവിച്ച പാടുള്ള കുട്ടിയല്ലേ. പക്ഷെ ഈ കുട്ടിക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു പ്രായം. അപ്പം പേടി വരുന്ന ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം എന്താണ്? ആ കുട്ടിയെ കാമാക്കുക എന്നുള്ളത്, ആ കുട്ടിയെ സമാധാനിപ്പിക്കുക എന്നുള്ളത്, ഒന്ന് തലമൊക്കെ തടവി ഒന്ന് കിസ്സൊക്കെ ചെയ്ത് ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പക്ഷെ നമ്മള് നേരെ ഉൾട്ട ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാളും ഭയങ്കരമായിട്ട് ഒച്ചെടുത്തിട്ട് സംസാരിക്കും, വഴക്ക് പറയും. അവിടെ എന്തായി? ഇമോഷണൽ ബ്ലോക്ക് ശരിക്ക് ഇല്ലാണ്ടായി. അപ്പം എന്തെങ്കിലും പേടിക്കുന്ന സമയത്ത്, പേടി വരുന്ന സമയത്ത് ആ കുട്ടി അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നുള്ളത്. കാരണം ജസ്റ്റ് മനസ്സിലാക്കുക, ആ കുട്ടികൾക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. നമ്മള് എന്താ പറയാ, ഒരിക്കലും കുട്ടികളെ എത്ര ഇഷ്ടപ്പെട്ടാലും മതിയാവാത്തൊരു ലെവലില് അങ്ങനെ ഇഷ്ടപ്പെടുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കുട്ടികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ മക്കളാണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും വേദനിക്കും, അവർക്കും വേദന ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ കരയുമ്പോൾ മാത്രം അത് കരച്ചിലും, കുട്ടികൾ കരയുമ്പോൾ വെറുതെ കരയുന്ന എന്നുള്ള ഇതല്ല. കുട്ടികൾ കരയുന്ന അവർക്ക് അതിൻ്റെതായ റീസൺ ഉണ്ട്. നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ്. കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് ചോദിക്കുക, എന്താ പറ്റിയെന്നുള്ളത് ഒന്ന് ആ കൈയൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്തേന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്തേന്നുള്ളത്, പക്ഷെ പെൺകുട്ടികളോട് എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തേന്നുള്ളതും കൂടി നമ്മൾ നോക്കണല്ലോ. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് അല്ലേ, ഫാത്തിമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നു, ഫാത്തിമ റളിയല്ലാഹു കിസ് കൊടുക്കുന്നു, അവിടെ ഇരുത്തുന്നു. ഈ ഒരു ഹദീസ് എല്ലാവർക്കും അറിയില്ലേ? ഫേമസ് ഹദീസ് അല്ലേ, എല്ലാവർക്കും അറിയില്ലേ അത്? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഓക്കെ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കയറി വരുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു, ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു, നെറ്റിക്ക് കിസ് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരുത്തി, തൊട്ടിപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഇതാണ് സീൻ. ഓക്കെ, അറിയുന്ന ആൾക്കാർ നമ്മളിത് പൊതുവേ ഈ ഒരു ഹദീസ് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഡീപ്പായിട്ട് നമ്മൾ അതിലേക്ക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് നോക്കണേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യ കിട്ടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അധികം വലിയ പൊസിഷനിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകള് വരുന്ന സമയത്ത് അവിടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മകള് വരുന്ന സമയത്ത് ഞാൻ മകള് വരുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മളെന്താ പറയും? ഞാൻ കേറി വരുമ്പോ നിനക്ക് എണീച്ചിക്കാൻ കഴിയില്ല അല്ലെ? അങ്ങനെ പറയൂലെങ്കിലും ഇങ്ങനെ അവള് ഫോണാൻ പറ്റി ഇങ്ങനെ നോക്കിക്കല്ലോ, എന്തെന്ന് തീരെ ഒരു റെസ്പെക്ട് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് കൊടുത്തിട്ടുണ്ടോ നമ്മളെ മക്കൾക്ക്? അവർ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫീലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് റസൂൽ സല്ലല്ലാഹു, വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ താഴെ ഇരിക്കാനോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കാനോ പറയാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്താ? അവിടുന്ന് എഴുന്നേറ്റു, മകളെ കണ്ടപാട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടപാട് അവിടുന്ന് ബെഡിന്ന് എഴുന്നേറ്റു, അവിടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നെറ്റിക്ക് കിസ് കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇരുത്തി. എന്നിട്ട് തൊട്ട് ഇപ്പുറത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. അവിടെ നിങ്ങൾ എന്നെ ആരും ഡിസഗ്രി ചെയ്തേക്കാം, പക്ഷെ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് അവിടെ കാണിക്കുന്നത്. ഒരു ഭയങ്കര ഇമോഷണൽ ബോണ്ടിങ് ആണ്. കാരണം ഒരു ആൺകുട്ടിയെക്കാളും കൂടുതൽ ഇമോഷണൽ ഇത് വേണ്ടത് പെൺകുട്ടിക്കാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നന്നായി അറിയായിരുന്നു. അല്ലെങ്കിൽ സംഭവിക്കുക എന്താന്ന് വിചാരിച്ചാല്, നമ്മൾ ആ ഒരു ഇഷ്ടം, ആ ഒരു കെയറിങ്, നമ്മുടെ മക്കള് വരുന്ന സമയത്ത് ആ ഒരു കെയറിങ് നമ്മൾ ആ പ്രത്യേകിച്ചിട്ട് പെൺകുട്ടിക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, പെൺകുട്ടി വീട്ടിന്റെ പുറത്ത് പോയി കഴിഞ്ഞാല് സ്കൂളിന്റെ പുറത്ത് ഒരുപാട് ആൺകുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ടാവും. എന്ത് പറയാൻ വേണ്ടിട്ട്? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണോ എന്ന് പറയാൻ വേണ്ടിട്ട്, അതിൽ വീഴാൻ വേണ്ടിട്ട് ഒരു ടൈമും വേണ്ട. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം പുറത്ത് ഒരുപാട് ഉണ്ട് എന്നുള്ളത്. പക്ഷെ വീട്ടിൽ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അവിടെ ആ കുട്ടികൾ ഒരിക്കലും വേണ്ടാത്ത രീതിയിലേക്ക് പോകൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നന്നായി അറിയായിരുന്നു. അതായത് ഒരു പെൺകുട്ടി ഞാൻ 2 എക്സാമ്പിൾ പറയും. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് എങ്ങനത്തെ വീട്ടിൽ നിന്നാ വരുന്നത്? അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹമാവൊന്നും കാണുന്നൊന്നുമില്ല. അധികം എന്തുണ്ടെങ്കിലും ഫുൾ വഴക്ക് പറയലും അതും ഇതുമാണ്. പാരന്റ്സ് തമ്മിൽ ഫുൾ അടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി വീട്ടിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്ര സ്റ്റൈലില്ലാത്ത ഒരുത്തന് വന്നിട്ട് ആ കുട്ടീനോട് പറയുന്നത്, എനിക്ക് നിന്റെ മുഖം കാണാതെ ഉറങ്ങാൻ പറ്റൂല, നീ എന്ത് സ്റ്റൈലാ, നിന്റെ ചിരി കാണുമ്പോ എന്ത് രസാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടി അവിടെ വീഴും, ഉറപ്പാണ്. നേരെ മറിച്ച് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഉപ്പ ആ പെൺകുട്ടിനെ കാണുമ്പോ തന്നെ ഒന്ന് എഴുന്നേറ്റിട്ട് ആ കുട്ടി ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒന്ന് ഹഗ് ചെയ്തു. ഉമ്മ പറയുന്നത് എന്റെ മോളെ കാണാൻ എന്തൊരു സ്റ്റൈലാന്ന് പറയും. നമ്മൾ ചെറിയ പ്രായത്തിൽ പറയും. ചെറിയ പ്രായത്തില് കുട്ടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പറയും ആ എന്തൊരു പഞ്ചാന്നൊക്കെ പറയും. നേരെ മറിച്ച് ആ കുട്ടി ടീനേജ് പ്രായത്തിൽ കഴിഞ്ഞാല് ഓ എന്ത് രസാ എന്നെ കാണാൻ വേണ്ടിട്ട്, എന്റെ കുട്ടീനെ കാണാൻ എന്റെ മോളെ കാണാൻ എന്ത് സ്റ്റൈലാന്ന് പറയുമ്പോ നമ്മൾ പറയുന്നില്ല. നേരെ മറിച്ച് അങ്ങനെ പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതൊരാണ് വന്നിട്ട് ആ കുട്ടീനോട് പറയും നീ ഭയങ്കര സ്റ്റൈലാന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും അത് ഞാൻ കുറെ കേട്ടത്, എന്റെ വീട്ടിൽ നിന്ന് കുറെ പറയുന്നതെന്ന് മാത്രമേ പറയുള്ളൂ. ആ കുട്ടി അതിലേക്ക് വീഴാൻ വേണ്ടി ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പം ഈ ഒരു മെസ്സേജ് എന്താന്ന് വിചാരിച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതായത് നിങ്ങളെ മക്കളായിട്ട് പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളുമായിട്ട് എന്താക്കുക ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ആ പെൺകുട്ടികളായിട്ട് കൂടുതൽ നേരം ഹഗ് ചെയ്തിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും കളിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു ഇമോഷണൽ ബ്ലോക്ക് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്ക് പെൺകുട്ടികളുമായിട്ടുള്ള ഈ ഒരു ഇമോഷണൽ ബ്ലോക്ക് ശരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടീനെ വാക്സിനേറ്റ് ചെയ്തു എന്നാണ്. അതായത് നമ്മൾ വാക്സിനേറ്റ് ചെയ്താൽ നമ്മൾ പറയും വൈറസ് ഒന്നും ഇനി വരില്ല എന്ന് പറയും. സെയിം ആണ്. നമ്മൾ ആ ഒരു ഇമോഷണൽ ബോണ്ട് നമ്മുടെ കുട്ടിക്ക് നമ്മളെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഏതൊരാൾ വന്നിട്ട് ഏതൊരാൾക്കും അയാളെ പിടിക്കാൻ പറ്റില്ല. എന്റെ കുട്ടീനെ പിടിക്കാൻ പറ്റൂല. കാരണം എന്റെ കുട്ടി വാക്സിനേറ്റഡ് ആണ്. ഏതില്? ഇമോഷണലായിട്ട് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി വാക്സിനേറ്റഡ് ആണ് എന്നുള്ളത്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഒരു ഇമോഷണൽ ബ്ലോക്ക്. ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഒരു സ്റ്റോറി ഉമ്മു ഖാലിദ് റളിയല്ലാഹു പറയുന്നുണ്ട്. അതായത് ഞാൻ ചെറുതില് എന്റെ ഉപ്പാന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിട്ട് പോയി. അന്ന് ചെറുതിൽ ഞാൻ കാണാൻ വേണ്ടി ഞാനൊരു യെല്ലോ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. ഓക്കെ, ആ ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയപ്പം അത്രയധികം പബ്ലിക് ആണ്. ഉപ്പ മോളെയും കൂട്ടിയിട്ട് പബ്ലിക് ആയിട്ട് ഒരു സദസ്സിലേക്ക് പോകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഉണ്ടത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പബ്ലിക് ആയിട്ട് എല്ലാവരുടെ മുന്നിൽ എന്നെ കണ്ടപ്പം പറഞ്ഞു സന 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 എന്ന് പറഞ്ഞാൽ ഒരു ഹബഷി ലാംഗ്വേജ് ആണ്. കാരണം ആ കുട്ടിക്ക് അബീസീനയിലായിരുന്നു ആ കുട്ടി അധികകാലം ജീവിച്ചിരുന്നു. അപ്പം ആ ഒരു വാക്ക് ഹബഷി ലാംഗ്വേജ് ആയതുകൊണ്ട് ആ ഒരു ലാംഗ്വേജിൽ ആ കുട്ടിയോട് സംസാരിച്ചു. ഇവിടെ രണ്ട് കാര്യമാണ്. ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പബ്ലിക് ആയിട്ടാണ് പറഞ്ഞത്. എന്ത് രസാ കാണാൻ വേണ്ടിട്ട്, എന്ത് രസാ കാണാൻ വേണ്ടി. സന എന്ന് പറഞ്ഞാൽ എന്ത് രസം, എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിട്ട്. പബ്ലിക് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയോട് ആ ഒരു പ്രായത്തിൽ പറയുന്നതാണ് എന്ത് രസാ കാണാൻ വേണ്ടിട്ട്, നല്ല ഡ്രസ്സ് നിന്നെ കാണാൻ ഭയങ്കര രസമുണ്ട് എന്നുള്ളത്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇമോഷണൽ ബ്ലോക്ക് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം നമ്മൾ എത്രത്തോളം നമ്മളെ പെൺകുട്ടികളോട് ആ ഒരു രീതിയിൽ പറയുന്നു അത്രത്തോളം അവർ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ മക്കളെ ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. ഫ്യൂച്ചറിലെ ലീഡേഴ്സ് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ അതിന് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഇമോഷൻ ആയിരുന്നു. ആ ഇമോഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റൂല ഹിജാബ് ഇട്, നമസ്കരിക്ക്, അതാക്ക് ഇതാക്ക് എന്ന് പറയാൻ പറ്റൂല. ഈ ഇമോഷൻ നിർബന്ധമാണ്. നമുക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് പറയാ, ആ കുട്ടിയുടെ വിഷമങ്ങളും എല്ലാം ഒന്ന് മനസ്സിലാക്കുക. ആ കുട്ടി കരയുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അതൊന്ന് ചോദിക്കുക എന്തിനാ കരയുന്നത്. അല്ലാതെ ഏത് നേരം നോക്കിയാലും ഇങ്ങനെ കരച്ചില് അങ്ങനെ പറയാതെ എന്തിനാ കരയുന്നേന്നുള്ള ആ ഒരു കാര്യം ചോദിക്കുക. അവർക്ക് പറയാനുണ്ടാവും കാര്യങ്ങൾ, പറയാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ. കുറച്ച് വലുതായി കഴിഞ്ഞാല് ആ ഒരു ടീനേജ് പ്രായത്തില് ആ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് പറയാ എന്ത് രസാ എന്നെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചിട്ട് ഉപ്പമാർ പറയാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക. അതായത് ഉപ്പമാർ എന്ന് പറഞ്ഞാല് ഒരു ആണ് പെണ്ണിനോട് പറയുന്നതും ഒരു പെണ്ണ് പെണ്ണിനോട് പറയുന്നതും രണ്ടും വ്യത്യാസമാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നതും
വേറൊരു പെണ്ണ് വന്നിട്ട് പറയുന്നത് രണ്ടും വ്യത്യാസമാണ്. ഒരാണ് പറയുന്നുണ്ടെങ്കിൽ, ഒരാണ് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ഉപ്പ മോൾക്ക് നെറ്റിക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ആ പെൺകുട്ടിക്ക് വേണ്ടി വരൂല. അപ്പൊ എന്താക്ക നമ്മളെ മക്കളെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് ചെയ്തത് ഇമോഷനാണ്. ആ ഒരു ഇഷ്ടം മനസ്സ് തട്ടിയിട്ട് ഒന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കുറ്റം പറയും, അപ്പുറത്ത് കുറ്റം പറയും, അയൽവാസികൾ കുറ്റം പറയും, നിങ്ങളെ മക്കളാ. പക്ഷെ നിങ്ങളെ മക്കളാണ്. നിങ്ങളെ മക്കൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ലീഡേഴ്സിലേക്ക്. അതുകൊണ്ട് എന്താക്ക ശരിക്കും മനസ്സ് തട്ടിട്ട്, വെറുതെ ഒരു ഇഷ്ടമല്ല, മനസ്സ് തട്ടിട്ട് നമ്മൾ നമ്മളെ മക്കളെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് തുടങ്ങാം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.